ആദരവായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമീപത്തുണ്ടായിരുന്നില്ല, വീട്ടിലായിരുന്നു. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്നാണ് വാർത്ത അറിയുന്നത്. അന്നേരം ഉമർ റളിയല്ലാഹു അൻഹു വാളുമായി രംഗത്തേക്ക് വന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയോഗത്തിന്റെ വാർത്ത ഉൾക്കൊള്ളാനാകാതെ അവിടുന്ന് പറയുന്നുണ്ടായിരുന്നു, ആരെങ്കിലും എൻ്റെ ഹബീബ് വിട പറഞ്ഞു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ തല ഞാൻ എടുക്കുമെന്ന്. അത്തരത്തിൽ രോഷാകുലനായിട്ടായിരുന്നു രംഗപ്രവേശനം. അലി റളിയല്ലാഹു അൻഹു വലിയ ധീരതയുള്ള മഹാനാണ്. പക്ഷേ ഈ വാർത്ത കേട്ടപ്പോൾ ബോധരഹിതനായി വീണുപോയി. ഔദാര്യത്തിന്റെയും വിശാലമനസ്കതയുടെയും ഇതിഹാസമായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവിടത്തേക്ക് അല്പസമയത്തേക്ക് സംസാരശേഷി നഷ്ടമായിപ്പോയി. അവിടുന്ന് സ്തബ്ധനായിപ്പോയി. അങ്ങനെ അതാ ജനങ്ങൾ മുഴുവനും ഇളകിമറിയുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ, വിയോഗത്തിന്റെ വാർത്ത ഉൾക്കൊള്ളാനാകാതെ മദീന നിവാസികൾ മുഴുവനും ആശങ്കാകുലരായ നേരത്താണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രംഗത്തേക്ക് വരുന്നു. അതെ, അത് സത്യമാണ്, തങ്ങൾ വഫാത്തായിട്ടുണ്ട് എന്ന വാർത്ത എല്ലാവരെയും ബോധ്യപ്പെടുത്തുകയാണ്. എന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് വന്നിട്ട് തങ്ങളോട് പറയുകയാണ്, ഫൽ നകുൻ ബിബാലിക, തങ്ങൾ ഞങ്ങളെ മറക്കരുതേ എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായ നബി തങ്ങളോട് സംവേദനം നടത്തുകയാണ്. ആ ഒരു അനുരാഗ സംവേദനത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു മൻഖൂസ് മൗലിദിൽ പറയുന്നത്, അശ്ശഫാഅത ഹബ്ലന, പുണ്യനബിയോട് പറയുകയാണ്, അശ്ശഫാഅത, അങ്ങയുടെ ശിപാർശ, ഹബ്ലന, ഞങ്ങൾക്ക് ഔദാര്യമായി, ഓശാരമായി നൽകണേ, ഫിൽ ഖിയാമത്തി, അന്ത്യനാളിൽ, മുഷ്ഫിഖൻ, അങ്ങയ്ക്ക് ഞങ്ങളോടുള്ള സ്നേഹം വെച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഷഫാഅത്ത് നൽകണേ. മുഅ്മിനീങ്ങൾക്ക് അന്ത്യനാളിൽ ഷഫാഅത്തുൽ ഉളുമ എന്ന അത്യുന്നതമായ ശിപാർശ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാണ്. അന്ത്യനാളിൽ സൂര്യൻ ഒരു ജാൺ മുകളിൽ നിൽക്കുമ്പോൾ കാലങ്ങളോളം നിന്ന് അവസാനം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സമീപിച്ചുകൊണ്ട് ശുപാർശയ്ക്കുള്ള അഭ്യർത്ഥനകൾ തുടങ്ങുമ്പോൾ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതലുള്ള പ്രമുഖ അമ്പിയാക്കൾ അവിടുന്ന് വിനീതമായി പിന്മാറുമ്പോൾ അവസാനം എത്തിച്ചേരുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുമുന്നിലേക്കാണ്. അവിടുന്ന് ഷഫാഅത്ത് ആവശ്യപ്പെടുമ്പോൾ അല്ലാഹു തആല നൽകുന്നതുമാണ്. അപ്പോൾ അങ്ങനെ ഷഫാഅത്ത് ലഭിച്ചില്ലെങ്കിലോ, വാഹ്ലന, ഞങ്ങളുടെ നഷ്ടമേ, ഇൻ ളാഅ, ഈ പറയപ്പെട്ടത് നഷ്ടപ്പെട്ടാൽ, യാ സയ്യിദി, അല്ലയോ എൻ്റെ നേതാവേ, ഖൈറൻ നബി, നബിമാരിൽ അത്യുന്നതരായ, അത്യുത്കൃഷ്ടരായ നബിയെ എന്ന വരികളിൽ സഹാബത്തിന്റെ സ്നേഹാഭ്യർത്ഥനകളെ മുൻനിർത്തിക്കൊണ്ട്, അതിനോട് ചുവട് പിടിച്ചുകൊണ്ട്, അതിൽ പ്രത്യാശിച്ചുകൊണ്ട് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ആവശ്യപ്പെടുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്.